മിസ്റ്റർ ബീൻസ് ഹോളിഡേ എന്ന മൂവിയുടെ പാർട്ട് 2 വീഡിയോ ആണിത്. ഓൾറെഡി ചാനലിൽ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിളും എടുത്ത് വണ്ടിയുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഇതാ കുട്ടി കാണുന്നുണ്ടായിരുന്നു. പക്ഷേ കാര്യം എന്താണെന്ന് അറിയില്ല. അവൻ വിചാരിക്കുന്നത് അവനെ ഒറ്റയ്ക്കാക്കി കടന്നു കളഞ്ഞു എന്നാണ്. ശേഷം ആ കുട്ടി മാർക്കറ്റിൽ വെച്ച് കണ്ട ബാൻഡ് മേള ടീമിനെ കാണുന്നു. അങ്ങനെ അവരുടെ വാനിലേക്ക് നടക്കുകയാണ്. എന്നിട്ട് അവരോടൊപ്പം കയറിപ്പോകുന്നു. ഇവിടെയാണെങ്കിൽ ബീൻ സൈക്കിൾ ചവിട്ടി കോഴി ഫാം വണ്ടിയുടെ പിന്നാലെ പോകുന്നു. ബീൻ നോക്കുമ്പോൾ ആ കോഴിയുടെ കാലിൽ അതേ ടിക്കറ്റ് ഇരിപ്പുണ്ട്. ഡോർ തുറക്കാൻ ശ്രമിക്കുന്ന സമയം വണ്ടിക്കകത്തുണ്ടായിരുന്ന നായ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ വണ്ടി ദൂരേക്ക് പോവുകയാണ്. അപ്പോഴേക്കും മറ്റൊരു ജീപ്പ് അതുവഴി പോകുമ്പോൾ അതിൽ പിടിച്ച് ജീപ്പിൻ്റെ വേഗതയിൽ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് കുതിക്കുന്നു. കൂടാതെ അതുവഴി പോയ സ്പോർട്സ് സൈക്കിൾ റൈഡേഴ്സിനെ തോപ്പിച്ചുകൊണ്ട് മുമ്പിലെത്തുകയാണ്. അവസാനം വണ്ടിക്കൊപ്പം ബീനും കോഴി ഫാമിലെത്തുന്നു. അയാൾ പോയി കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഡോറ് തുറന്നു നോക്കിയ ബീനാകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം അതിനകത്ത് 10,000 കോഴികളുണ്ടായിരുന്നു. ഇനി ടിക്കറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. ടിക്കറ്റ് കിട്ടിയില്ല. ഇത്രയും ദൂരം ഇതിനു വേണ്ടി വന്നതൊക്കെ വെറും നഷ്ടമായി. അങ്ങനെ നോക്കുമ്പോഴാണ് ബീന കാഴ്ച കാണുന്നത്. താൻ വന്നിരുന്ന സൈക്കിൾ അവിടെ ചമ്മന്തിയായി കിടക്കുന്നു. എന്താണ് പറ്റിയതെന്നറിയില്ല. ഭാഗ്യത്തിന് ക്യാമറയ്ക്ക് ഒന്നും തന്നെ പറ്റിയിട്ടില്ല. ആശ്വാസത്തോടെ അതിലെ വീഡിയോസ് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോഴാണ് അതുവഴി ഒരു പീരങ്കി കടന്നു പോയിരിക്കുന്നത് കണ്ടത്. പീരങ്കി സൈക്കിളിന് മുകളിലൂടെ കയറിയാണ് സൈക്കിൾ ചമ്മന്തിയായി പോയത്. എന്നാലും ഇതുവഴി എന്തിന് പീരങ്കി കടന്നു പോയി എന്ന കാര്യം ബീന് വല്ലാതെ ആലോചിക്കുന്നു. അങ്ങനെ തിരിച്ചു പോവാൻ വഴിയില്ലാതെ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി കയ്യും കാണിച്ച് ബീൻ അങ്ങനെ വിജനമായ റോഡിന് സമീപം നിൽക്കുന്നു. അപ്പോഴേക്കും ദൂരെ നിന്നും ഒരു അപ്പൂപ്പൻ മോട്ടോർ സൈക്കിളിൽ വരികയാണ്. മിനിറ്റുകൾ കഴിഞ്ഞു പോയിട്ടും അദ്ദേഹം ഇതുവരെ എത്തിയില്ല. അതുകൊണ്ട് തന്നെ സൈഡിലുണ്ടായിരുന്ന പുല്ല് പറിച്ചും അല്പനേരം ഉറങ്ങുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം അവിടെ എത്തുകയാണ്. അപ്പൂപ്പൻ ബീനിന് ലിഫ്റ്റ് കൊടുത്തു. പിൻസീറ്റിൽ കയറിയിരുന്നെങ്കിലും വണ്ടി മുന്നോട്ട് അനങ്ങുന്നില്ല. കാര്യമെന്താണെന്ന് ചെക്ക് ചെയ്യുന്ന സമയം ആ തക്കത്തിന് വണ്ടിയിൽ ചാടിക്കയറി വണ്ടിയുമായി സ്ഥലം കാലിയാക്കുന്നു. പക്ഷേ അദ്ദേഹം നടന്നുകൊണ്ട് ബീനിൻ്റെ അരികിലെത്തുകയാണ്. നിന്റെ ഉദ്ദേശം എന്താണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം. ശേഷം ബീനിനെ എടുത്തെറിയുകയും പോടാന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ തൻ്റെ മുന്നിലായി മരത്തിലുണ്ടാക്കിയ ഒരു ഷെഡ് കാണുന്നു. കൗതുകം തോന്നി അതിൽ കയറി നോക്കുമ്പോൾ കാറ്റടിച്ച് ഡോറടഞ്ഞ് ലോക്കാവുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായില്ല. ആ സമയത്ത് അതുവരെ പോവാത്ത വണ്ടികൾ അതുവഴി കടന്നുപോയി. 2 കാറും കൂടാതെ ഒരു ബസ്സും വന്ന് നിർത്തുകയാണ്. ശേഷം ബസ് പോവുകയും അതിന് പിന്നാലെ മാർക്കറ്റിൽ വെച്ച് കണ്ട ബാൻഡ് മേള ടീം അവരുടെ വാനിൽ പാട്ടുപാടി അതുവഴി കടന്നു പോകുന്നു. എന്നാൽ അതിനകത്ത് ആ കുട്ടിയും ഉണ്ടായിരുന്നു. അവസാനം മുകൾ ഭാഗത്തിൽ തട്ടി ആ ഷെഡ് അടിഭാഗം മുതൽ വേർതിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ബീൻ അതുമായി നടന്ന് റോഡിലേക്ക് വരുന്നു. പൊടുന്നനെ ഒരു ട്രക്ക് വന്നിടിക്കുകയും ബീൻ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. പിന്നെ മറ്റു മാർഗങ്ങളില്ലാതെ അവിടുത്തെ മലകൾ താണ്ടി എങ്ങോട്ടെന്നില്ലാതെ നടന്ന് കയറുകയാണ്. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങിയതിനു ശേഷം കണ്ണു തുറക്കുന്ന ബീൻ കാണുന്നത് ഒരു പഴയകാല അതിമനോഹരമായ വില്ലേജാണ്. അവിടെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. പഴയ കാളവണ്ടികൾ ലോഡുമായി പോകുന്നു. പിന്നെ തൻ്റെ സ്വർഗത്തിലെ മാലാഖ എന്നതുപോലെ ഒരു സുന്ദരിയായ യുവതിയെയും കാണുകയാണ്. എന്നാൽ ഈ യുവതിയെ ബീൻ പാരീസിലേക്ക് വന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടിട്ടുണ്ട്. കൂടാതെ തൻ്റെ ക്യാമറയിൽ ഇവളുടെ മുഖം പതിഞ്ഞിട്ടുമുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവിടെ ഒരു സ്ഫോടനം നടക്കുന്നത്. ഒരുപാട് പട്ടാളക്കാരും പീരങ്കി വണ്ടികളും ആ വില്ലേജിനെ തകർക്കാൻ വേണ്ടി വരുന്നു. കണ്ടപാടെ അവളെ രക്ഷിക്കാൻ ബീനോടി അവളുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നു. അപ്പോഴാണ് ഡയറക്ടർ കട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഷൂട്ടിംഗ് ആയിരുന്നു. അതിനിടയിലാണ് ബീൻ കിടന്നുറങ്ങിയത്. ഇവനെ ആരെ ഇങ്ങോട്ട് വിട്ടതെന്ന് പറഞ്ഞ ഡയറക്ടർ എല്ലാവരോടും ചാടിക്കയറുന്നു. ശേഷം ഒരു ബ്രേക്കിന് ശേഷം ഈ ടേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ബ്രേക്ക് കൊടുക്കുകയും ഒപ്പം ബീനിനെ കൊണ്ടുപോയി അവരിൽ ഒരാളായി പട്ടാളക്കാരൻ്റെ വേഷം കൊടുത്ത് അഭിനയിപ്പിക്കാൻ ഇരുത്തിയിരിക്കുന്നു. എന്നാൽ അതേസമയം ക്യാമ്പിനകത്തുള്ള ടിവിയിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയുന്നുണ്ടായിരുന്നു. കാനസിലോട്ട് പോവാൻ തുടങ്ങിക്കൊണ്ടിരുന്ന റഷ്യൻ ഫിലിം ഡയറക്ടറുടെ മകൻ സ്റ്റീഫനെ ഒരു മിസ്റ്റീരിയസ് ഫോറിനറിനോടൊപ്പം കാണാതായെന്നും അയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നുമായിരുന്നു ആ വാർത്ത. കൂടാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന CCTVയിലെ ഫൂട്ടേജിൽ ബീൻ കോക്കറി കാണിക്കുന്ന ദൃശ്യങ്ങളും കാണിക്കുന്നു. എന്നാൽ ഈ ന്യൂസ് അവിടെ ഉണ്ടായിരുന്ന ആരും ഭാഗ്യത്തിന് കണ്ടിരുന്നില്ല. അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. ഷൂട്ടിങ്ങിനിടയിൽ തൻ്റെ ക്യാമറ തോക്കിന് മുന്നിൽ വെച്ച് ആ സീൻ അവിടെ കുളമാക്കുന്നു. വീണ്ടും ഒരു ബ്രേക്ക് എടുക്കുന്ന സമയം തൻ്റെ ക്യാമറയിൽ ചാർജ് ഇല്ലാത്തതിനാൽ സ്ഫോടനം നടത്താനുള്ള മെഷീൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്ത് പകരം തൻ്റെ ക്യാമറ ചാർജ് ഇട്ടിരിക്കുന്നു. അപ്പോഴേക്കും വീണ്ടും അവിടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. എന്നാൽ സ്ഫോടനം നടക്കേണ്ട സമയത്ത് അതിൻ്റെ ബട്ടൺ അമർത്തിയെങ്കിലും അത് പൊട്ടിയിരുന്നില്ല.
അപ്പോഴേക്കും ബീൻ ഇവിടെ ക്യാമറയിൽ അത്യാവശ്യം ചാർജായതുകൊണ്ട് തന്നെ അത് തിരിച്ച് കണക്ഷൻ കൊടുക്കുന്നു. ദേഷ്യം കൊണ്ട ഡയറക്ടർ കറക്റ്റ് സമയത്തിന് ഇതുപോലെ ഞെക്കണമെന്ന് പറഞ്ഞ് ബട്ടൺ പിടിച്ച് പ്രസ് ചെയ്യുന്നു. ആ സമയം ബോംബ് അവിടെ പൊട്ടുകയും അവിടെ മുഴുവൻ നാശമാവുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ മുഴുവൻ കുളമാക്കി തിരിച്ചു പോകുന്ന സമയത്താണ് അതുവഴി ഒരു കാർ വരുന്നത് ബീൻ കണ്ടത്. എന്നാൽ തൻ്റെ കയ്യിലുള്ളതുപോലത്തെ അതേ കാറായിരുന്നു ഇതും. ഒരുപാട് സമയം കാറിനെയും നോക്കി മിഴിച്ചു നിൽക്കുന്നു. ആ കാറിലുണ്ടായിരുന്നത് താൻ ഇപ്പോൾ വന്ന ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്ന നായികയായിരുന്നു. ഇവൾ പോകുന്നത് കാനസിലോട്ടാണ്. എനിക്കും കാനസിലോട്ടാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ അവൾ ബീനിന് ഒരു ലിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ പരിചയപ്പെടുന്നു. ഈ വരുന്ന ഞായറാഴ്ച, അതായത് നാളെ കാനസിൽ വെച്ച് ഈ ഷൂട്ടിംഗ് പ്രോഗ്രാം റിലീസ് ചെയ്യും. അതോടുകൂടി ഞാൻ വലിയൊരു സ്റ്റാറായി മാറുമെന്ന് ബീനിനെ അറിയിക്കുന്നു. ശേഷം അവരൊന്ന് ഫ്രഷാകാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വണ്ടി പാർക്ക് ചെയ്യുന്നു. അതിനകത്ത് വെച്ച് ആരോ ഒരാൾ ബീനിന്റെ കവാലത്തിലടിക്കുന്നു. അതാ കുട്ടിയായിരുന്നു. അവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഞാൻ ബസ്സിൽ കയറിയില്ല, പകരം ഇവരോടൊപ്പമായിരുന്നു ഫുൾ കറക്കമെന്ന് പറഞ്ഞ് അവരെ ബീനിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഓരോരുത്തരും വന്ന് ബീനിന്റെ കവാലത്തിലടിച്ച് പരിചയപ്പെടുകയാണ്. ശേഷം ഒരു അടിപൊളി മ്യൂസിക് ഷോ അവിടെ നടത്തുന്നു. അങ്ങനെ അവർ മൂവരും കാറിൽ കയറി കാനസിലോട്ട് പോവുകയാണ്. ഇത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടാണോ, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്നൊക്കെ കുട്ടി ബീനിനോട് ചോദിക്കുന്നു. എന്നാൽ കാര്യം മനസ്സിലായില്ലെങ്കിലും ചെറിയ നാണത്തോടെയൊക്കെ ബീൻ ഇരിക്കുന്നുണ്ട്. സമയമേറെ ഇരുട്ടി തുടങ്ങുന്നു. ഡ്രൈവിങ്ങിനിടയിൽ സബീൻ ഉറങ്ങിപ്പോവുകയാണ്. ആ കുട്ടിയും നല്ല ഉറക്കത്തിലാണ്. എന്നാൽ ബീൻ വളരെ കഷ്ടപ്പെട്ട് ഡ്രൈവിംഗ് സീറ്റിലെത്തിപ്പെട്ട് വണ്ടി എടുക്കുന്നു. എന്നാൽ തനിക്കും ഭയങ്കരമായ ഉറക്കം വരുന്നുണ്ട്. എത്രയൊക്കെ ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ബീനിന് സാധിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് ബീനിനൊരു തീപ്പെട്ടി കിട്ടുകയാണ്. ശേഷം രാവിലെ ആകുന്നു. സബീൻ ഇപ്പോൾ ഉറക്കം എഴുന്നേൽക്കുകയാണ്. കണ്ണ് തുറന്ന് അവൾ കണ്ടത് തീപ്പെട്ടിക്കുള്ളി കണ്ണിന് ചുറ്റും വെച്ച് ഉറങ്ങാതെ വണ്ടി കാനസിലോട്ടെത്തിച്ച ബീനിനെയാണ്. അവർ മൂവരും പുറത്തേക്കിറങ്ങി അവിടുത്തെ അതിമനോഹരമായ കടലിനെ കണ്ട് ആസ്വദിക്കുന്നു. ശേഷം ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ്. പെട്ടെന്നാണ് നമുക്കുടനെ പോവണം, ഇപ്പോൾ പ്രീമിയർ പരിപാടി തുടങ്ങും, എനിക്ക് ഉടനെ അവിടെ എത്തണമെന്ന് പറഞ്ഞ് അവർ വണ്ടിയെടുക്കുന്നത്. ഇതേ സമയം കാനസിൽ പ്രീമിയർ പ്രോഗ്രാം ഷോയുടെ പരിപാടികൾ ആരംഭിച്ചിരുന്നു. എല്ലാവരും അവിടെ എത്തുകയാണ്. ഒപ്പം റഷ്യൻ ഫിലിം ഡയറക്ടറായ ഇപ്പോൾ ബീനിന്റെ കൂടെയുള്ള കുട്ടിയുടെ അച്ഛനും അവിടെ എത്തുന്നു. തൻ്റെ കുട്ടി മിസ്സായെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇവിടെ എത്തിയെന്നൊക്കെ മൈക്കിൾ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി അവർ പമ്പിൽ കയറുകയും തൻ്റെ ഷോയിൽ പോകാൻ വേണ്ടി അതിന് പറ്റിയ ഡ്രസ്സ് മാറാൻ സബീൻ വാഷ്റൂമിലേക്ക് പോകുന്നു. ഇവിടെ തിയേറ്ററിലെല്ലാം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ തൻ്റെ പുതിയ ഷോ ഇവിടെ റിലീസാകും. എന്നാൽ വാഷ്റൂമിന് സൈഡിലുള്ള ടിവിയിൽ വാർത്തയിൽ ബീനും ഇവളും ഹോട്ടലിലിരിക്കുന്ന CCTV ഫൂട്ടേജ് കാണിക്കുകയാണ്. കുട്ടി ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണെന്നും ഇവൾക്കും ഇതിൽ ബന്ധമുണ്ടെന്നൊക്കെ വാർത്തകൾ പടരുന്നു. ഇത് സബീൻ കാണാനിടയാവുകയും പെട്ടെന്ന് കാറിൽ ചെന്ന് കയറി, നീ സത്യത്തിൽ ആരാണ്, ഇത് നിന്റെ കുട്ടിയല്ലേ, എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഈ ഫ്രാൻസ് മുഴുവൻ പോലീസുകാർ നിന്നെ തപ്പുകയാണെന്ന് പറയുകയും എനിക്കും കൂടി അത് ആപത്താണെന്ന് പറഞ്ഞ് അവർ വണ്ടിയെടുക്കുന്നു. അപ്പോഴാണ് ബീൻ തനിക്ക് ഈ ബീച്ചിലോട്ടാണ് പോകേണ്ടതെന്നും അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ തിയേറ്ററിൽ തൻ്റെ സിനിമ ആരംഭിച്ചു തുടങ്ങുന്നു. ഇദ്ദേഹം തന്നെയാണ് ഇതിലെ നടൻ. കുട്ടിയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ച് പോലീസുകാർ വാഹനങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴാണ് അവരുടെ വണ്ടി അവിടേക്ക് എത്തുന്നത്. എന്നാൽ ബീനും കുട്ടിയും മറ്റൊരു വേഷമണിഞ്ഞ് ഇതെൻ്റെ അമ്മയാണെന്നും അതെൻ്റെ മോളാണെന്നും സബീൻ അവരെ പറഞ്ഞ് കബളിപ്പിക്കുന്നു. അങ്ങനെ അവർ തിയേറ്ററിൽ എത്തുകയാണ്. എന്നാൽ VIP പാസ് നിർബന്ധമായതുകൊണ്ട് ഒരാൾക്കുള്ളത് മാത്രമേ അവളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിനാൽ അവർ രണ്ടുപേർക്കും അതിനകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. സബീൻ തിയേറ്ററിൽ വന്നിരിക്കുന്നു. തൻ്റെ സീനുകൾ കാണാൻ വളരെ സന്തോഷത്തോടു കൂടിയും താനിനി ഒരു ഫിലിം സ്റ്റാറായി മാറുമെന്നുള്ള പ്രതീക്ഷയും അവൾക്കുണ്ടായിരുന്നു. അതേസമയം ബീനും കുട്ടിയും സൈഡിലുണ്ടായിരുന്ന എൻട്രി വഴിയിൽ കൂടെ നടന്നു കയറുകയും പിന്നാലെ സെക്യൂരിറ്റി വന്ന് മേഡം ഞങ്ങൾക്ക് പാസ് കാണേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ താൻ വരച്ചു വെച്ച 2 ഫോട്ടോയും VIP പാസ് എന്ന് എഴുതിയതുമായ ബുക്കെടുത്ത് അദ്ദേഹത്തിനെ കാണിക്കുന്നു. തുടർന്ന് ഹാൻഡ് ബാഗ് മാറി ഒരൊറ്റ അടി. എന്നിട്ട് സ്ക്രീൻ പ്ലേ റൂമിൽ ചെന്ന് കയറുമ്പോൾ അവിടെ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതവർ കാണുകയും നിന്റെ അച്ഛൻ പുറത്തുണ്ടായിരിക്കും, നീ അവിടേക്ക് പൊയ്ക്കോ, ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബീന് ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. എന്നിട്ട് കുട്ടിയുടെ അച്ഛനെ കണ്ട് ഇത് ഞാനാണെന്ന് ആംഗ്യം കാണിച്ചെങ്കിലും വേഷം മാറിയിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ബീനിനെ മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും അവിടെ സെക്യൂരിറ്റി ഗാർഡ് വന്ന് അവരെ തപ്പി അകത്തേക്ക് വരുന്നു. കണ്ടപാടെ ആളുകളുടെ ഇടയിൽ കൂടെ ഒളിച്ചൊളിച്ചു പോകുമ്പോൾ സബീനെ ബീൻ കാണുകയാണ്. ഇപ്പോഴാണ് എൻ്റെ സീൻ വരുന്നത്, നീ വേണമെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞ് വളരെ കൗതുകത്തോടെ
സബീൻ ഇരിക്കുമ്പോൾ അവൾ വരുന്ന സീനൊക്കെ ഡയറക്ടർ കട്ട് ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ഡയറക്ടർ അവളെ പറ്റിച്ചതാണ്. അവൾക്ക് പകരം അവൻ്റെ മറ്റൊരു കാമുകിയെ ഇതിൽ അവളറിയാതെ തൻ്റെ കഥയിൽ അനുയോഗിച്ച സീനുകളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി വളരെ വിഷമത്തോടെ ഞെട്ടലോടെ ഇരിക്കുന്നത് ബീൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ബീനിനൊരു പൊളപ്പൻ ഐഡിയ കിട്ടുന്നത്. പെട്ടെന്ന് സ്ക്രീൻ അവിടെ ഓഫാവുന്നു. എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുമ്പോൾ പൊടുന്നനെ മറ്റൊരു വീഡിയോ അവിടെ ഓണാവുകയാണ്. ബീൻ റെക്കോർഡ് ചെയ്ത താൻ പാരീസിലോട്ട് വന്നത് മുതലുള്ള എല്ലാ രംഗങ്ങളും അതിൽ കാണിക്കുന്നു. അതിൽ സബീനിൻ്റെ രംഗങ്ങളെല്ലാം വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് കള്ള ഡയറക്ടർ ആകെ ഞെട്ടിപ്പോവുന്നു. ഇവിടെ സംഭവിച്ചതെന്തെന്നാൽ തൻ്റെ ക്യാമറ പ്രൊജക്ടറിൽ കാണിച്ച് സബീനെ എങ്ങനെയെങ്കിലും ഹിറ്റാക്കണം. കൂടാതെ ഈ സിനിമ ഒരു മോട്ടിവേഷണൽ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ്. ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതും അയാൾക്കുണ്ടാവുന്ന അനുഭവം എല്ലാത്തിനെയുമാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഷൂട്ട് ചെയ്ത എല്ലാ കോപ്രായങ്ങളും യാത്രാവഴികളും അവർ അനുഭവിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതോടെ ഇത്രയും നേരം ഉറങ്ങിക്കൊണ്ടിരുന്ന കാണികൾ വളരെ ഇൻട്രസ്റ്റോടുകൂടി ഇത് കാണുകയാണ്. ഇത് ബീനിൻ്റെ പണിയാണെന്ന് സബീന് മനസ്സിലായി. സബീനും ബീനും യാത്ര ചെയ്ത എല്ലാം സ്ക്രീനിൽ കിടന്ന് ഓടി മറിയുകയാണ്. ഡയറക്ടർ ഈ സിനിമയിലെടുത്ത ഓഡിയോയും ബീനിൻ്റെ ക്യാമറയിലുണ്ടായിരുന്ന വീഡിയോസും നല്ല ചേർച്ചയിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. സെക്യൂരിറ്റിയും ഡയറക്ടറും അകത്തേക്ക് വരാതിരിക്കാൻ ബീൻ ഒരുപാട് വഴികൾ കണ്ടെത്തുന്നു. അപ്പോഴേക്കും അവർ അകത്തേക്ക് എത്തുകയും എന്നാൽ ബീൻ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാണികൾക്കിടയിലൂടെ ചാടിച്ചാടി അവസാനം സ്ക്രീനിൻ്റെ മുമ്പിലെത്തുന്നു. കൂടാതെ ആ കുട്ടിയുടെ അവസാനത്തെ ഫോട്ടോയും സ്ക്രീനിൽ വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടതോടെ ഇവനാണ് എൻ്റെ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയത്, ഇവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വരുമ്പോഴേക്കും പിന്നിൽ നിന്നും ആ കുട്ടി കടന്നു വരികയാണ്. കാണികളെല്ലാം വളരെ ആവേശത്തോടെ എണീച്ച് കൈയടിക്കുന്നു. ഈ സിനിമ വളരെ ഹിറ്റായിരിക്കുന്നു. ദേഷ്യം കൊണ്ട് ഡയറക്ടർ ആദ്യം വന്നെങ്കിലും ഇനി എന്തെങ്കിലും കാണിച്ചാൽ മണ്ടത്തരമായി പോവും, ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നായിരിക്കും ഈ കാണികൾ വിചാരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി ബീനിനെ അഭിനന്ദിച്ച് ഇതൊക്കെ താനാണ് ചെയ്തു കൂട്ടിയെന്നത് പോലെ അഭിനയിച്ച് നിൽക്കുന്നു. അങ്ങനെ ബീൻ പുറത്തേക്കിറങ്ങി പോകുമ്പോഴാണ് താൻ ആ അത്ഭുതകരമായ കാഴ്ച കാണുന്നത്. എക്സിറ്റ് ഡോറിന് മുന്നിൽ താൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വരാനിരുന്ന ആ കാനസ് ബീച്ച് അവിടെ കാണുന്നു. കണ്ടപാടെ ആകെ മൈൻഡൊക്കെ കട്ടായി അവിടെ ലക്ഷ്യം വെച്ച് ക്യാമറയും ഓണാക്കി മുന്നോട്ട് നടക്കുന്നു. അങ്ങനെ തൻ്റെ യാത്ര വളരെ വിജയകരമായിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി അവിടെ കിടന്ന് വിളിക്കുകയാണ്. ആ വീഡിയോയോടുകൂടി സബീൻ വളരെ ഹിറ്റായിരിക്കുന്നു. കൂടാതെ ആ കുട്ടിയെയും അവൻ്റെ അച്ഛനെയും അമ്മയെയും പരിചയപ്പെടുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.